गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। നമ്മൾ മൂന്നാം പ്രശ്നം ആരംഭിക്കുകയാണ്. ഒന്നാം പ്രശ്നത്തിൽ എവിടെ നിന്നാണ് എല്ലാ പ്രജകളും ഉണ്ടാകുന്നത്? മറുപടി പറഞ്ഞു, രയി പ്രാണങ്ങളിൽ നിന്നാണ്. പ്രജാപതി, രയി, പ്രാണൻ, ദ്രവ്യം, ഊർജം, ഈ രണ്ട് ഭാവങ്ങളിൽ പിരിഞ്ഞ് ഇവയിലൂടെ സർവ്വസൃഷ്ടിജാലങ്ങളും ഉണ്ടാകുമെന്ന് സങ്കല്പിച്ചു. സംവത്സരം, മാസം, ദിവസം, അന്നം എന്നിങ്ങനെ ക്രമമായി പ്രജാപതി ഭാവത്തെ പറഞ്ഞു. ഈ രയി പ്രാണാത്മകമായ പ്രജാപതിയിൽ നിന്നാണ് പ്രജകളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ചോദ്യം വന്നു, ശരി, അങ്ങനെയുണ്ടായ പ്രജകളെ എത്ര ദേവന്മാരാണ് ധരിക്കുന്നത്? ആരാണ് ഇതിനെ പ്രകാശിപ്പിക്കുന്നത്? ശരീരഗതമായ ദേവതകളിൽ പ്രധാനി ആരാണ്? ഇതിന് മറുപടി പറഞ്ഞു, പഞ്ചഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും അന്ധകരണങ്ങളുമൊക്കെയാണ് ധരിക്കുന്നത്. അവയിൽ പ്രധാനി വരിഷ്ഠൻ പ്രാണനാണ്. പ്രാണന്റെ വശത്തിലാണ് മറ്റെല്ലാ കരണങ്ങളും. അപ്പോഴാണ് അടുത്ത പ്രശ്നം, മൂന്നാമത്തെ പ്രശ്നം വരുന്നത്. അഥ ഹൈനം കൗസല്യശ്ചാശ്വലായന പപ്രച്ഛ ഭഗവൻ കുത ഏഷ പ്രാണോ ജായത്തെ കഥമായാത്യസ്മിൻ ശരീരേ ആത്മാനം വാ പ്രവിഭജ്യ കഥം പ്രാതിഷ്ഠതേ കേനോത്ക്രമതേ കഥം ബാഹ്യമഭിധത്തെ കഥമധ്യാത്മമിതി. ആശ്വലായനായ കൗസല്യൻ 6 പ്രശ്നങ്ങളാണ് ഉന്നയിച്ചത്. ഇങ്ങനെ ശരീരത്തെ ധരിക്കുന്ന വരിഷ്ഠനായ പ്രാണൻ, അതിനെക്കുറിച്ച് അങ്ങ് പറഞ്ഞു. പ്രാണൻ എവിടുന്നാണ് ഉണ്ടാവുന്നത്? കുതയേഷ പ്രാണോ ജായതേ, എവിടെ നിന്നാണ് പ്രാണൻ ജനിക്കുന്നത്? 2, ഈ ശരീരത്തിൽ എവിടെ നിന്ന് എങ്ങനെ വരുന്നു? 3, തന്നെ തന്നെ സ്വയം വിഭജിച്ച് എങ്ങനെയാണ് നിലകൊള്ളുന്നത്? 4, എങ്ങനെ ഉത്ക്രമിക്കുന്നു, എങ്ങനെ ശരീരം വിട്ടുപോകുന്നു? 5, എങ്ങനെയാണ് ബാഹ്യമായതിനെയൊക്കെ ധരിക്കുന്നത്? 6, എങ്ങനെയാണ് ആഭ്യന്തരമായതിനെ, അധ്യാത്മമായതിനെ ധരിക്കുന്നത്? ഇത്രയും പ്രശ്നം ഒന്നിച്ചാണ് കൗസല്യൻ ചോദിച്ചത്. ഇത് കേട്ട ഉടനെ പിപ്പലാദം പറയുകയാണ്, തസ്മൈ സഹോവാച അതിപ്രശ്നാൻ പൃച്ഛസി ബ്രഹ്മിഷ്ടോസീതി തസ്മാത്തേഹം ബ്രവീമി. തസ്മൈ സഹോവാച അതിപ്രശ്നാൻ പൃച്ഛസി ബ്രഹ്മിഷ്ടോസീതി തസ്മാത്തേഹം ബ്രവീമി. തസ്മൈ, ഇപ്രകാരം ചോദിച്ച കൗസല്യനോടായിക്കൊണ്ട്, സഹ, അവൻ
പിപ്പലാദ മഹർഷി ഹ ഉവാച പറഞ്ഞു പോൽ. പ്രകാരം ചോദിച്ച കൗസല്യനോട് പിപ്പലാദ മഹർഷി പറഞ്ഞു. എന്താ പറഞ്ഞേ? അതിപ്രശ്നാൻ പൃച്ഛസി. ഓ, നീ അതിപ്രശ്നങ്ങളെ ചോദിക്കുന്നുവല്ലോ. ഇതെന്ത് കഥയാണത്? 6 ചോദ്യമാണ് ചോദിച്ചത്. അതിപ്രശ്നാൻ പൃച്ഛസി, അതിക്രമിച്ച് ചോദിക്കുന്നു. നീ കുറച്ച് കടന്ന ചോദ്യങ്ങളെ ചോദിക്കുന്നു. ചോദിക്കണേനും വേണ്ട ഒരു മര്യാദ. മാത്രമല്ല, നീ ചോദിക്കുന്നത് വളരെ കുറച്ച് കടന്ന ചോദ്യങ്ങളാണ്. എണ്ണത്തിൽ മാത്രമല്ല. 6 ചോദ്യം ചോദിച്ചു എന്നുള്ളതല്ല പ്രശ്നം. പിന്നെ കരണങ്ങളെ അപേക്ഷിച്ച് സൂക്ഷ്മമാണ് പ്രാണൻ. ആ പ്രാണന്റെ ജന്മത്തെക്കുറിച്ചാണ് നീ ചോദിക്കുന്നത്. പ്രാണൻ തന്നെ സൂക്ഷ്മം. അപ്പം സൂക്ഷ്മമായ പ്രാണൻ്റെയും ജന്മത്തെയാണ് നീ ചോദിക്കുന്നത്. അത് നീ മനസ്സിലാക്കൂ. അതുകൊണ്ട് നീ വളരെ സൂക്ഷ്മമായ ചോദ്യമാണ് ചോദിക്കണത്. പ്രാണൻ തന്നെ സൂക്ഷ്മമാണ്. അതിൻ്റെയും ഉത്പത്തിയെക്കുറിച്ചാണല്ലോ നീ ചോദിക്കണത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അതിപ്രശ്നാൻ പൃച്ഛസി, നീ അതിപ്രശ്നങ്ങളെ ചോദിക്കുന്നു. അതീത്യ ത്വം പൃച്ഛസി, കുറച്ച് കടന്നിട്ട് നീ ചോദിക്കുന്നു. അപ്പം അതിപ്രശ്നാൻ പൃച്ഛസി എന്ന് പറഞ്ഞാൽ ഗുരുനാഥന് വേണമെങ്കിൽ മറുപടി പറയാതിരിക്കാം. അല്ല, ഇയാൾക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ട് എന്ന് മനസ്സിലായാൽ പറയുകയും ചെയ്യാം. അതുകൊണ്ട് പറയുകയാണ്, ബ്രഹ്മിഷ്ഠോസി, നീ ബ്രഹ്മിഷ്ഠനാണ്. നീ അതിശയേന ബ്രഹ്മനിഷ്ഠയുള്ളവനാണ്. നീ ഒരു സാധാരണക്കാരനല്ല. അതിശയേന ബ്രഹ്മനിഷ്ഠയുള്ളവനാണ് നീ. എന്ന് വെച്ചാൽ അർത്ഥം, നീ ഗൂഢമായത് മനസ്സിലാക്കാൻ കഴിവുള്ളവനാണ്. തസ്മാത് ദേഹം ബ്രവീമി, അതുകൊണ്ട് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരാൾ ഒരു സൂക്ഷ്മമായ പ്രശ്നം ചോദിച്ചു എന്നുള്ളത് കൊണ്ട് അയാളോട് സൂക്ഷ്മമായ മറുപടി പറഞ്ഞു കൊടുത്തോളണമെന്നില്ല. തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണോ എന്നൊന്നും തിരിച്ചറിയാതെയും ചോദിക്കാം. ചോദിച്ചു എന്നുള്ളത് കൊണ്ട് എല്ലാം പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. ചോദിച്ച ആൾക്ക് എത്ര ഉൾക്കൊള്ളാനുള്ള ക്ഷമതയുണ്ടെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചേ പറഞ്ഞു കൊടുക്കാൻ കഴിയൂ. അതുകൊണ്ട് ഇവിടെ ഗുരുനാഥൻ പറഞ്ഞു, ത്വം ബ്രഹ്മിഷ്ഠഃ അസി, നീ അതിശയേന ബ്രഹ്മനിഷ്ഠനാണ്. തസ്മാത് ദേഹം ബ്രവീമി, അതുകൊണ്ട് ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നു. ചില അർത്ഥം, നീ ചോദിച്ച വിഷയത്തിന് ഞാൻ മറുപടി പറയുമ്പോൾ നിനക്കതിനെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ശിഷ്യൻ്റെ യോഗ്യതയെ ശരിക്ക് നിർണയിക്കുന്ന ഗുരുനാഥൻ. അതാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. പ്രശ്നകർത്താവ് പ്രശ്നം ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം ഉത്തരം പറയേണ്ടതില്ല. മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിലേ പറഞ്ഞു കൊടുക്കുള്ളൂ. അത് ഗുരുനാഥന് മനസ്സിലായി. അവന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം. തസ്മാദേഹം ബ്രവീമി, അതുകൊണ്ട് നിന്നോട് ഞാൻ പറഞ്ഞു തരുന്നു. എന്താ മറുപടി? ആത്മന യേഷ പ്രാണോ ജായതേ യഥൈഷാ പുരുഷേ ഛായ ഏതസ്മിന്നേതദാതതം മനോകൃതേനായാത്യസ്മിൻ ശരീരേ. ആത്മന യേഷ പ്രാണോ ജായതേ യഥൈഷാ പുരുഷേ ഛായ ഏതസ്മിൻ ഏതദാതതം മനോകൃതേനായാത്യസ്മിൻ ശരീരേ. പറഞ്ഞു തുടങ്ങുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കുത ഏഷ പ്രാണോ ജായതേ എന്നായിരുന്നു. ഈ പ്രാണൻ എവിടെ നിന്നാണ് ജനിക്കുന്നത്? മറുപടി ആത്മന ഏഷ പ്രാണോ ജായതേ. ആത്മന ഏഷ പ്രാണോ ജായതേ, ആത്മാവിൽ നിന്നാണ് പ്രാണൻ ജനിക്കുന്നത്. പ്രാണൻ ജനിക്കുന്നത് തന്നിൽ നിന്ന് തന്നെയാണ്. യാതൊരു ഉണ്മയുണ്ടോ, യാതൊരു പാരമാർത്ഥികമായ സത്തയുണ്ടോ, ഈ ഉണ്മയിൽ നിന്ന് തന്നെയാണ് പ്രാണൻ ജനിക്കുന്നത്.
അതെ, ഇവിടെ പ്രാണനെന്നല്ല, സകല ജഗത് ഉത്പത്തി, സകല ജീവരാശികളുടെയും ആവിർഭാവം സംശയമൊന്നുമില്ല ചൈതന്യ സ്വരൂപത്തിൽ നിന്നാവാനേ തരമുള്ളൂ. ബ്രഹ്മസൂത്രകാരൻ ജന്മാദ്യസ്യ യതഃ എന്ന സൂത്രത്തിലൂടെ വർണ്ണിച്ചതിനെ ഇനി അങ്ങോട്ട് വിസ്തരിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം ഭഗവാൻ ഭാഷ്യകാരൻ വിസ്തരിക്കുന്നുണ്ട് തൻ്റെ ഭാഷ്യത്തിൽ. അവിടെ ജഡമായ പ്രകൃതിയിൽ നിന്നോ ജഡങ്ങളായ പരമാണുക്കളിൽ നിന്നോ ഒരിക്കലും പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തി സാധ്യമല്ല. ഈ പ്രപഞ്ചത്തെ അല്പമൊന്ന് നിരീക്ഷിക്കുന്ന ആർക്കും അറിയാം, അത്ഭുതകരമായൊരു രചനാ ബീജം ഇതിൻ്റെ ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുണ്ട്. അത്ഭുതകരമാണത്. അത്ര ചേരുംപടിയുള്ള ചേർച്ച. ഓരോ ഘടകത്തിൻ്റെയും സവിശേഷത പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ചൈതന്യ വിലാസം അവിടെയൊക്കെ കാണാൻ പറ്റും. അത്ഭുതപ്പെടുത്തുന്നൊരു ചൈതന്യ വിലാസം. അതുകൊണ്ട് തന്നെ ചിദ്രൂപമായ പരമാത്മാവിൽ നിന്ന് മാത്രമേ ഈ ജഗത്തിൻ്റെ ആവിർഭാവം സാധിക്കൂ എന്ന് വ്യക്തമായി സമർത്ഥിക്കും. അപ്പോൾ ജഗത്തെന്നോ അല്ലെങ്കിൽ ജീവനെന്നോ ഈശ്വരനെന്നോ ഒന്നും വേർപെടുത്തി പറയേണ്ട ആവശ്യമില്ല. എന്തുണ്ടോ എല്ലാം ഒരുണ്മയിൽ നിന്ന്, ഒരാത്മസ്വരൂപത്തിൽ നിന്ന് പ്രകടമായത്, അതിൽ തന്നെ നിലകൊള്ളുന്നത്, അതിൽ തന്നെ വിലയിക്കുന്നത്. ഇതാണ് സത്യം. അതുകൊണ്ട് ആചാര്യൻ പറഞ്ഞു, ആത്മനയേഷ പ്രാണോ ജായതേ. ആത്മനഃ, ആത്മാവിൽ നിന്ന്, ഏഷഃ പ്രാണഃ, ഈ പ്രാണൻ, ജായതേ, ജനിക്കുന്നു. എങ്ങനെയാണോ പുരുഷനിൽ ഛായ, ഒരു മനുഷ്യൻ്റെ നിഴല് അല്ലെങ്കിൽ പ്രതിബിംബം, രണ്ട് പറഞ്ഞാലും ഒന്നുമില്ല. ഒന്നുകിൽ നിഴൽ പറഞ്ഞോളൂ, അല്ലെങ്കിൽ പ്രതിബിംബം പറഞ്ഞോളൂ. കണ്ണാടി തുടങ്ങിയ ഉപാധികളിൽ പ്രതിബിംബം, വെയിൽ തുടങ്ങിയ പ്രകാശഭാവങ്ങളാൽ നിഴലും. ഇവ വാസ്തവത്തിൽ എവിടെയാണ് നിലകൊള്ളുന്നത്? തന്നിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. ഇപ്പോൾ കണ്ണാടിയിലാണ് പ്രതിബിംബം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. 100 കണ്ണാടി വെച്ചാൽ 100 പ്രതിബിംബം തൻ്റെതുണ്ടാവും. എണ്ണമറ്റ പ്രതിബിംബ ഭാവങ്ങളുണ്ടാവും. പക്ഷേ കണ്ണാടിയിൽ പുറമെയായി കാണപ്പെടുന്ന പ്രതിബിംബം വാസ്തവത്തിൽ തൻ്റെ അപേക്ഷയിലാണ്, തന്നിൽ തന്നെയാണ്. ഉപാധിഗതമായി കണ്ണാടിയിൽ കാണപ്പെടുന്നു, ശരിയാണ്. ഉപാധിഗതമായി കണ്ണാടിയിൽ കാണപ്പെടുന്ന പ്രതിബിംബം വാസ്തവത്തിൽ തന്നിൽ തന്നെയായിരിക്കണത്. തന്നിൽ നിന്നുണ്ടായി തന്നിൽ തന്നെ വിലയിക്കുന്നു. മധ്യകാലത്ത് ഉപാധിയിൽ നിൽക്കുന്ന, കണ്ണാടിയിൽ നിൽക്കുന്ന സമയത്ത് മാത്രമാണ് വേർപെട്ടൊരു പ്രതിബിംബം കാണപ്പെടുന്നത്. സൂക്ഷ്മമായി ചിന്തിക്കുക. ഇതേപോലെ പ്രാണൻ തന്നിൽ വർത്തിക്കുന്നു. ആത്മാവിൽ നിന്ന് പ്രകടമായി ആത്മാവിൽ തന്നെ ഏതത് ആതതം, ഇത് വ്യാപ്തമാണ്, ഊടും പാവുമായിരിക്കുന്നു, വ്യാപിച്ചിരിക്കുന്നു. ഇതാണ് മറുപടി. ഒന്നാമത്തെ ചോദ്യം, കുത കുതയേഷ പ്രാണോ ജായതേ.
എവിടെ നിന്നാണ് ഈ പ്രാണൻ ജനിക്കുന്നതെന്നായിരുന്നു ചോദ്യം. അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു. അടിസ്ഥാനപരമായ ഉണ്മയിൽ നിന്ന്, അസ്തിത്വത്തിൽ നിന്ന്, സത്തയിൽ നിന്ന്, ആത്മാവിൽ നിന്ന് പ്രാണൻ ജനിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം കഥമായാത്തി അസ്മിൻ ശരീരേ എന്നാണ്. എങ്ങനെയാണ് ഈ ശരീരത്തിൽ വന്നു ചേരുന്നത്? കഥമായാതി അസ്മിൻ ശരീരേ. മറുപടി മനോകൃതേനായാത്തി അസ്മിൻ ശരീരേ. മനോകൃതേന ആയാതി അസ്മിൻ ശരീരേ. മനോകൃതേന, മനസ്സിനാൽ ചെയ്യപ്പെടുന്നതിനെ കൊണ്ട്, സംസ്കാരത്തെ കൊണ്ട്, അസ്മിൻ ശരീരേ ആയാതി, ഈ ശരീരത്തിൽ വന്നു ചേരുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, പ്രാണൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് വായുവികാരമല്ല, മറിച്ച് സകല വായുവികാരങ്ങളുടെയും തന്നെ നിയാമകനായിരിക്കുന്ന ജീവാത്മഭാവമാണ്. യാതൊരു ഭാവമാണോ പ്രാണൻ, അപാനൻ തുടങ്ങിയ വിവിധ ഭാവങ്ങളിൽ ഇരിക്കുന്നത്. അതായത് ജീവാത്മാ എന്ന് പറയുന്നതും ശരിക്കും പറഞ്ഞാൽ ശരിയല്ല. ജീവാത്മാ എന്ന് പറയുന്നതും ശരിയല്ല. പിന്നെന്ത് പറയണം? അതായത് സൂക്ഷ്മോപാധികളോടുകൂടെ ജന്മാന്തരത്തിലെ സംസ്കാരങ്ങളെ ആലേഖനം ചെയ്തുകൊണ്ട് ഈ ജന്മത്തിൻ്റെ അഭിവ്യക്തിക്ക് കാരണമായിരിക്കുന്ന ജീവഭാവം. അവിടെ ആത്മാ എന്ന് മാത്രം പറയുമ്പോൾ ഉപാധികളൊന്നും അവിടെ വരുന്നില്ല. ഇവിടെ ഉപാധികളൊക്കെ വരുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ സൂക്ഷ്മ ശരീരം, അത് തന്നെ ഒന്നും കൂടി വിസ്തരിച്ച് പറഞ്ഞാൽ ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, അന്ധകരണങ്ങൾ, പ്രാണങ്ങൾ, ഇവ ചേർന്നതാണ് സൂക്ഷ്മ ശരീരം. സൂക്ഷ്മ ശരീരത്തിലാണ് സർവ്വ സംസ്കാരങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ സകല സംസ്കാരങ്ങളും രേഖപ്പെടുത്തപ്പെട്ടതായ സൂക്ഷ്മ ശരീരത്തോടു കൂടി ജീവഭാവം ദേഹത്തിൽ നിന്ന് ദേഹാന്തരത്തെ പ്രാപിക്കുന്നു. എന്താണ് ഈ ജീവഭാവത്തിൻ്റെ പാരമാർത്ഥികമായ സ്വരൂപമെന്ന് ആലോചിക്കുമ്പോഴാണ് ഈ ദേഹത്തെയും ഉപാധികളെയും ഒക്കെ നമ്മൾ മാറ്റി കേവലമായ സച്ചിസ്വരൂപത്തെ ബോധിക്കുന്നത്. ആ സച്ചിസ്വരൂപമല്ലിവിടെ, മറിച്ച് ഉപാധിയോട് കൂടിയിട്ടുള്ള ഭാവം. ഉപാധിയോട് കൂടിയിട്ടുള്ള ഭാവം. ഇതിനെ സംബന്ധിച്ചാണ് പറയുന്നത് മനോകൃതേനായാത്യസ്മിൻ ശരീരേ. മനസ്സിനാൽ ചെയ്യപ്പെടുന്ന സംസ്കാരത്തിനനുസരിച്ച് ഈ ശരീരത്തിൽ വന്നു ചേരുന്നു. ആരും തന്നെ ഒരു ഒഴിഞ്ഞ പേപ്പറോട് കൂടിയിട്ടല്ല വരുന്നത്. എല്ലാവരും വരുന്നത് ജന്മാന്തരങ്ങളിൽ സഞ്ചയിച്ച സംസ്കാരങ്ങളോട് കൂടിയിട്ടാണ്. എന്ന് മാത്രമല്ല, ആ സംസ്കാരം ഏത് വിധത്തിലുള്ളതാണോ അതിനനുസരിച്ചാണ് ദേഹത്തെ പ്രാപിക്കുന്നത്. ഇതിൽ സംശയമില്ലാത്ത വിഷയമാണ്. അതുകൊണ്ട് പറഞ്ഞു മനോകൃതേനായാത്യസ്മിൻ ശരീരേ. മനോകൃതമായിരിക്കുന്ന സംസ്കാരത്തെ കൊണ്ട് ദാ ഈ ശരീരത്തിൽ വന്നു ചേരുന്നു. എന്നിട്ടോ വന്നിട്ട് പറയാണ് യഥാ സമ്രാടേവ അധികൃതാൻ വിനിയുങ്ക്തേ ഏതാൻ ഗ്രാമാൻ അധിതിഷ്ഠസ്വേതി ഏവമേവൈഷ പ്രാണ ഇതരാൻ പ്രാണാൻ പൃഥക് പൃഥകേവ സന്നിധത്തെ. യഥാ സമ്രാടേവ അധികൃതാൻ വിനിയുങ്ക്തേ ഏതാൻ ഗ്രാമാൻ അധിതിഷ്ഠസ്വേതി ഏവമേവൈഷ പ്രാണ ഇതരാൻ പ്രാണാൻ പൃഥക് പൃഥകേവ സന്നിധത്തെ. യഥാ എപ്രകാരമാണോ, ദൃഷ്ടാന്തം പറയുകയാണ്. സൂക്ഷ്മ വിഷയങ്ങളെ മനസ്സിലാക്കാൻ എപ്പോഴും ദൃഷ്ടാന്തം നല്ലതാണ്. പക്ഷേ ഒരു ദൃഷ്ടാന്തവും തന്നെ ആര് പറഞ്ഞാലും പൂർണ്ണമല്ല. ഏകദേശത്തെ ബോധിപ്പിക്കാനേ ദൃഷ്ടാന്തം കൊണ്ട് സാധിക്കൂ. ആ ദൃഷ്ടാന്തം കൊണ്ട് എന്താണോ മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് മനസ്സിലാക്കുക, എന്നിട്ട് ദൃഷ്ടാന്തത്തെ തള്ളിക്കളയുക. അതാണ് വേണ്ടത്. അപ്പോൾ ദൃഷ്ടാന്തം യഥാ എപ്രകാരമാണോ സമ്രാട്ട്, ചക്രവർത്തി,
സമ്രാട്ട് എന്ന് പറഞ്ഞാൽ നല്ലപോലെ ശോഭിക്കുന്നവനെന്ന അർത്ഥം. പക്ഷെ അതിൻ്റെ പ്രയോഗം ചക്രവർത്തി എന്ന നിലയ്ക്കാണ് രൂഢമായിട്ടുള്ളത്. അതുകൊണ്ട് ചക്രവർത്തി. ഇവിടെ രാജാവെന്ന് കൊടുക്കാം, അതിന് വിരോധമില്ല. ഈ മന്ത്രത്തിൽ രാജാവെന്ന് എടുത്താലും വിരോധമില്ല. എങ്കിലും ചക്രവർത്തി എന്നാ പറയണ്ടേ. എപ്രകാരമാണോ ചക്രവർത്തി അഥവാ രാജാവ് അധികൃതാൻ വിനിയുക്തേ, അധികാരികളെ നിയോഗിക്കുന്നത്, അധികാരികളെ വിനിയോഗിക്കുന്നത്, ഓരോ പ്രദേശത്തും ഭരിക്കാൻ വേണ്ടി പ്രത്യേകം അധികാരികളെ തൻ്റെ കീഴിൽ വയ്ക്കുന്നു. എങ്ങനെ അധികാരികളെ വയ്ക്കുന്നത്? ഏതാൻ ഗ്രാമാൻ അധിതിഷ്ഠസ്വ, ഈ ഗ്രാമങ്ങളെ നീ അധിഷ്ഠാനം ചെയ്ത് ഭരണനിർവഹണം ചെയ്യൂ എന്ന്. അപ്പോൾ കുറേ ഗ്രാമങ്ങൾ ഒരു അധികാരിയുടെ കീഴിൽ കൊടുക്കും, വേറെ കുറേ ഗ്രാമങ്ങൾ വേറൊരു അധികാരിയുടെ കീഴിൽ കൊടുക്കും. അങ്ങനെ അനേകം അധികാരികൾക്ക് മൊത്തം രാജ്യത്തിൻ്റെ ഭരണം വിഭജിച്ചു കൊടുക്കും. അങ്ങനെയാണ് ചക്രവർത്തി ചെയ്യുന്നത്. ഇതൊക്കെ ഏത് കാലഘട്ടത്തിലുള്ളതാണെന്ന് ശ്രദ്ധിക്കുക വേദം. അപ്പോൾ അനേക ഗ്രാമങ്ങളെ പ്രത്യേകം അധികാരികൾക്ക് വിഭജിച്ചു കൊടുത്ത് നിർദ്ദേശിക്കുന്നു, ഇത് നിങ്ങൾ നോക്കി ഭരിച്ചോളണമെന്ന്. എന്നിട്ട് അവരൊക്കെ ചക്രവർത്തിയുടെ കീഴിലായിരിക്കും. ചക്രവർത്തി കൊടുത്ത നിയമത്തിനനുസരിച്ച് അവർ ഭരിച്ചാൽ അവർക്ക് ഭരിക്കാം. അതാണ്. അങ്ങനെ ഗ്രാമാധികാരികളെ ചക്രവർത്തി നിയോഗിക്കുന്നത് പോലെ ഏവമേവ, അതേപോലെ ഏഷ പ്രാണഃ, ഈ പ്രാണൻ, ഈ മുഖ്യപ്രാണൻ, യാതൊന്നിനെക്കുറിച്ചാണോ ആത്മന ഏഷ പ്രാണോ ജായതേ മനോഹൃതേനായത്യസ്മിൻ ശരീരേ എന്നൊക്കെ പറഞ്ഞത്, മനസ്സിൽ ചെയ്ത സംസ്കാരത്തിനനുസരിച്ചാണ് വന്നു ചേരുന്നത് എന്നൊക്കെ ഏതൊരു പ്രാണനെ സംബന്ധിച്ച് പറഞ്ഞുവോ, ഈ പ്രാണൻ പൃഥക് ഇതരാൻ പ്രാണാൻ സന്നിധത്തെ, വേറെ മറ്റ് പ്രാണങ്ങളെ സന്നിധാനം ചെയ്യിപ്പിക്കുന്നു. എല്ലാ പ്രാണഭേദങ്ങളെയും പ്രത്യേകം പൃഥക് വേർപെടുത്തി സന്നിധാനം ചെയ്യിക്കുന്നു. ഒരു ഗ്രാമത്തിൽ അധികാരിയെ വെച്ചു, അതേ ഗ്രാമത്തിന് വേറെ അധികാരിയെ വെച്ചാൽ ശരിയാവില്ല, ആകെ പ്രശ്നമാവും. അതുപോലെ പ്രത്യേകം അധികാരികളെ വിഭജിച്ച് വയ്ക്കുന്നു. അതെങ്ങനെയാണ് വിഭജിച്ച് വയ്ക്കുന്നത്? മറുപടി, വായോപസ്ഥേ പാനം ചക്ഷുശ്രോത്രേ മുഖനാസികാഭ്യാം പ്രാണസ്വയം പ്രാതിഷ്ഠതേ മധ്യേ തു സമാനഃ ഏഷ ഹ്യേതദ്ഭുതമന്നം സമം നയതി തസ്മാദേതാ സപ്താർച്ചിഷോ ഭവന്തി. വായോപസ്ഥേ പാനം ചക്ഷുശ്രോത്രേ മുഖനാസികാഭ്യാം പ്രാണസ്വയം പ്രാതിഷ്ഠതേ മധ്യേ തു സമാനഃ ഏഷ ഹ്യേതദ്ഭുതമന്നം സമം നയതി തസ്മാദേതാ സപ്താർച്ചിഷോ ഭവന്തി. വായൂപസ്ഥേ അപാനം, ഓരോരോ പ്രാണങ്ങളെ നിയോഗിക്കുന്നത് പറയുകയാണ്. ചോദ്യം എന്തായിരുന്നു? എങ്ങനെയാണ് സ്വയം പലതായി പിരിഞ്ഞ് ശരീരത്തെ നിലനിർത്തുന്നത് എന്നാണ് ചോദ്യം. മറുപടി, പായൂപസ്ഥേപാനം, പായുവിലും ഉപസ്ഥത്തിലും അപാനനെ നിയോഗിക്കുന്നു. നീ ഇവിടെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട്. മലമൂത്രാദി വിസർജന ധർമ്മം ചെയ്യുന്ന ആളാണ് പായു. ലൈംഗിക ചേഷ്ടകളെ ചെയ്യുന്ന ആളാണ് ഉപസ്ഥം. അപ്പോൾ പായു, ഉപസ്ഥം ഈ സ്ഥാനങ്ങളിലേക്ക് അപാനനെ പിടിച്ചിരുത്തി. അതാണ് അപാനൻ്റെ സ്ഥാനം. അടിവയറിന് താഴേക്കാണ് അപാനൻ്റെ സ്ഥാനം. ചക്ഷുശ്രോത്രേ മുഖനാസികാഭ്യാം പ്രാണഃ സ്വയം പ്രാതിഷ്ഠതേ.
പൊതുവെ വകുപ്പ് വിഭജനം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട വകുപ്പ് താൻ തന്നെയാണ് വെക്കുക. അങ്ങനെയാണ് പതിവ് അല്ലേ? മന്ത്രിസഭയിലൊക്കെ പ്രധാന വകുപ്പ് താൻ തന്നെ വെക്കും. അല്ലെങ്കിൽ ഇതിനർത്ഥമില്ല. പിന്നെ മുഖ്യം എന്നൊക്കെ പറയുന്നത് എന്താ അർത്ഥമുള്ളത്? അല്ലാണ്ട് പ്രധാന വകുപ്പൊക്കെ ബാക്കിയുള്ളവർക്ക് കൊടുത്തു താൻ പേരിന് അതിലർത്ഥമില്ല. അതുകൊണ്ട് പ്രാണൻ എന്ത് ചെയ്തു? മുഖനാസികാഭ്യാം ചക്ഷുശ്രോത്രേ, ചക്ഷുസ് ശ്രോത്രം തുടങ്ങിയ സ്ഥാനങ്ങളിലൂടെ, കണ്ണ്, ചെവി, മുഖം, മുഖം ച വായ, നാസിക മൂക്ക് തുടങ്ങിയ സ്ഥാനങ്ങളിലൂടെ താൻ സ്വയം പ്രവർത്തിക്കാമെന്ന് വിചാരിച്ചു. അതായത് കഴുത്തിന് മുകളിലുള്ള സ്ഥാനങ്ങളിലൊക്കെ സ്വയം താൻ തന്നെ ഇരുന്നു, പ്രാണൻ തന്നെ. അടിവയറിന് താഴേക്ക് അപാനനെ ഇരുത്തി കഴുത്തിന് മുകളിലുള്ള സ്ഥാനങ്ങളിൽ താൻ സ്വയം ഇരുന്നു, പ്രാണൻ. മൂക്കിലൂടെ അകത്തോട്ടും പുറത്തോട്ടും വായിലൂടെ അകത്തോട്ടും പുറത്തോട്ടൊക്കെ വന്നും കൊണ്ട് യവനായിരിക്കുന്നത്. കണ്ണ്, ചെവി തുടങ്ങിയ സ്ഥാനങ്ങളിലൊക്കെ യവനാണ് പ്രവർത്തിക്കുന്നത്, പ്രാണൻ. സ്ഥാനങ്ങൾ മനസ്സിലാക്കണേ. മധ്യേതു സമാനഃ, നടുക്ക് സമാനനിരിക്കുന്നു. നടുക്ക് സമാനനെ ഇരുത്തി. നടുക്കെന്ന് പറഞ്ഞാൽ അടിവയറിന് മുകളിലോട്ട് കണ്ഠത്തിന് താഴോട്ടുള്ള സ്ഥലത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് സമാനനാണ്. അതാണ് സമാനൻ്റെ സ്ഥാനം, സമാനവായു. ഇവൻ്റെ പരിപാടി കഴിച്ച അന്നത്തെ കുടിച്ച വെള്ളത്തെ ഒക്കെ സമീകരിക്കുക എന്നുള്ളതാണ് പ്രധാന ഇടപാട്. ഏഷഹ്യേതദ്ഹുതമന്നം സമന്നയതി, ഹോമിക്കപ്പെടുന്ന അന്നത്തെ സമീകരിക്കുന്നു. ഹുതം അന്നം, ഹോമിക്കപ്പെട്ട അന്നം. ഭുക്തമന്നം എന്നല്ല പറഞ്ഞത്, ഭക്ഷിക്കപ്പെട്ട അന്നം എന്നല്ല പറഞ്ഞത്. ഹുതമന്നം, ഹോമിക്കപ്പെട്ട അന്നം എന്ന് വെച്ചാൽ ഹോമകുണ്ഡം അകത്തിരിക്കുന്നു. ഹോമകുണ്ഡത്തിൽ വൈശ്വാനരാഗ്നി ജ്വലിക്കുന്നു. നമ്മുടെ ഉദരത്തിൽ വൈശ്വാനരാഗ്നി ജ്വലിക്കുന്നു. അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം എന്ന നിലയ്ക്ക് വൈശ്വാനരാഗ്നിയായിട്ട് എല്ലാവരുടെയും ഉദരത്തിലിരിക്കുന്ന ഒരു അഗ്നിയുണ്ട്. അഗ്നി ജ്വലിക്കണമെങ്കിൽ അതിനെന്ത് വേണം? കാറ്റ് വേണം, വായു വേണം. സമാനനാണ് ഈ അഗ്നിയെ ജ്വലിപ്പിക്കുന്നത്. സമാനം വേണ്ട വിധത്തിൽ ഇങ്ങനെ നൽകപ്പെടുമ്പോൾ ഹോമകുണ്ഡം ശരിക്ക് ജ്വലിക്കും. അങ്ങനെ ശരിക്ക് ജ്വലിക്കുന്ന ഹോമകുണ്ഡത്തിലേക്ക് ആവശ്യത്തിന് ഹവിസിടുമ്പോൾ ഹോമം മര്യാദയ്ക്ക് നടക്കും. അഗ്നിക്ക് ക്ഷീണം വന്നാൽ ഹോമപ്രക്രിയ ശരിയാവില്ല. അതുപോലെ ഉദരാഗ്നിക്ക് ക്ഷീണം വന്നാൽ ദഹന പ്രക്രിയ ശരിയാവില്ല. അപ്പം നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, അഗ്നിവർദ്ധകമായിട്ടുള്ളത് ചെയ്യണം. രണ്ട്, ഹവിസിൻ്റെ അളവ് കുറയ്ക്കണം. അത് നമുക്ക് കുറച്ച് പ്രയാസം തന്നെയാണ്. ഹവിസിൻ്റെ അളവ് കുറയ്ക്കണം. ഹവിസിൻ്റെ അളവ് മാത്രം കുറച്ചാൽ പോരാ, അധികം കട്ടിയുള്ള ഹവിസൊക്കെ ഒന്ന് കുറയ്ക്കണം. ഹവിസിൻ്റെ രീതികളും കുറയ്ക്കണം. അപ്പോൾ കട്ടി കുറഞ്ഞ ആഹാരങ്ങൾ ശീലിക്കണം. അപ്പോൾ ഈ അഗ്നിയുടെ ഓരോ സമയത്തുള്ള തീവ്രത മനസ്സിലാക്കിയിട്ട് വേണം ഹവിസ് നിർണയിക്കാൻ. ഇതിൽ തന്നെ ഈ ആയുർവേദാചാര്യന്മാർ ഓരോ ഋതുവിലും മാറ്റങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഓരോ ഋതുവിലും കഴിക്കേണ്ട ഭക്ഷണങ്ങളുടെ വ്യത്യാസങ്ങളൊക്കെ. ഋതുചര്യ ആയുർവേദത്തിൽ പ്രധാനമാണ്. നമ്മൾ പൊതുവെ അതൊന്നും ഇപ്പോൾ ശ്രദ്ധിക്കണില്ല. എല്ലാ 12 മാസവും നമ്മൾ ഒരുപോലെയൊക്കെ തന്നെയുള്ള ഭക്ഷണമാണ് കഴിക്കണത്. ആയുർവേദജ്ഞന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് പാടില്ല, ഓരോ ഋതുവിനനുസരിച്ച് ആഹാരം ശീലിക്കണം എന്നുള്ളത്. അതിരിക്കട്ടെ, ഏതായാലും കൊള്ളാം. അപ്പോൾ അഗ്നി, ആ അഗ്നിയെ ജ്വലിപ്പിക്കുന്ന സമാനവായു, അതിലേക്ക് ഹുതം, ഹോമിക്കപ്പെട്ട അന്നം, അന്നത്തെ സമം നയതി, സമമായി നയിക്കുന്നു സമാനൻ. തസ്മാത്, അതുകൊണ്ട്, അഥവാ അതിൽ നിന്ന്, ഏതാഹ സപ്താർച്ചിഷഃ ഭവന്തി, ഈ 7 ജ്വാലകൾ ഉണ്ടാവുന്നു. ഈ ഹോമകുണ്ഡത്തിൽ മര്യാദയ്ക്ക് അർച്ചിക്കപ്പെടുമ്പോഴാണ് 7 ജ്വാലകൾ മുകളിലേക്ക് പൊന്തണത്.
ഏതൊക്കെ 7 ജ്വാലകൾ? 2 കണ്ണ്, 2 മൂക്ക്, 2 ചെവി, 1 വായ. ഇതാണല്ലോ മുകളിലേക്ക്. ഹോമകുണ്ഡത്തിൽ നമ്മൾ ഹോമിക്കുന്ന സമയത്ത് മുകളിലേക്കാണ് അർച്ചിസുകൾ പൊന്തുന്നത്, ജ്വാലകൾ പൊന്തുന്നത്. അപ്പോൾ ഈ ഹോമകുണ്ഡത്തിൽ നിന്ന് മുകളിലേക്ക് പൊന്തുന്നതാണ് 7 ജ്വാലകൾ. കണ്ണിലൂടെ 2, ചെവിയിലൂടെ 2, വായ 1, മൂക്ക് 2. അപ്പോൾ ഈ അർച്ചിസുകൾ നേരെയാവണമെങ്കിൽ ഹോമം നേരെയാവണം. ഹോമത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടനെ ഇതിനെ ബാധിക്കും. ഈ 7 എണ്ണത്തെ ചെറിയ എന്തെങ്കിലും ഹോമത്തിൽ മാറ്റം വന്നാൽ തന്നെ പെട്ടെന്ന് കണ്ണ് കണ്ടാൽ മനസ്സിലാവും. ആർക്ക് മനസ്സിലാവും? മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും അല്ലേ? അതെ, കണ്ണ് കണ്ടാൽ അപ്പം മനസ്സിലാവും. ഒരു ക്ഷീണമുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കും. ഹോമം ശരിയായിട്ടില്ല എന്ന് തോന്നുന്നു. അതെ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അപ്പം കാണും. അതുപോലെ ചെവിക്ക് മാറ്റങ്ങൾ വരും, മൂക്കിന് മാറ്റങ്ങൾ വരും, വായയ്ക്ക് മാറ്റം വരും. വൈദ്യന്മാർ പരിശോധന ചെയ്യുമ്പോൾ ആദ്യം നാവ് പരിശോധിക്കും. നാവ് നോക്കി രുചി അങ്ങനെ എങ്ങനെയൊക്കെ ചോദിക്കും. ഈ ജ്വാല നേരെയാണോ എന്നാ. ജ്വാല നേരെയാണെങ്കിൽ അതങ്ങനെയാണ്, കാര്യത്തിലൂടെയാണല്ലോ കാരണാനുമാനം. ജ്വാലകൾ 7 ശരിയാണെങ്കിൽ ഹോമം വളരെ വ്യവസ്ഥാപിതമായി നടക്കുന്നുണ്ട് എന്നർത്ഥമാണ്. ഹോമം വ്യവസ്ഥാപിതമായി നടക്കുന്നുണ്ടെങ്കിൽ വായുവിൻ്റെ വികാരങ്ങളൊക്കെ വളരെ വ്യവസ്ഥാപിതമാണ്, കോപമില്ല എന്നാണ്. തസ്മാദേതാ സപ്താർച്ചിഷോ ഭവന്തി. അപ്പോൾ എങ്ങനെയാണ് താൻ പലതായി പിരിഞ്ഞിട്ട് വിഭജിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചതിന് മറുപടി പറഞ്ഞു തുടങ്ങി. ഇപ്പോൾ ഏതൊക്കെ പറഞ്ഞു? പ്രാണൻ, അപാനൻ, സമാനൻ. പ്രാണൻ കണ്ണ്, ചെവി തുടങ്ങിയ സ്ഥാനങ്ങളിലൂടെയും വായ, നാസിക തുടങ്ങിയ സ്ഥാനങ്ങളിലൂടെയും സ്വയം നിലകൊള്ളുന്നു. വായുപസ്ഥ അപാനം, വായു ഉപസ്ഥം തുടങ്ങിയ സ്ഥാനങ്ങളിൽ അടിവയറിന് താഴേക്ക് അപാനനെ ഇരുത്തി. മധ്യേതു സമാനഹ, നടുക്ക് സമാനനെ ഇരുത്തി. സമാനൻ്റെ പണി ഹുതമായിരിക്കുന്ന അന്നത്തെ സമം നയിക്കുക എന്നുള്ളതാണ്. അതിനനുസരിച്ച് ആ പേര് ഇട്ടിട്ടുള്ളത് സമാനൻ. സമമായി ഉള്ള ചേഷ്ടയെ ചെയ്യിക്കുന്നവനാണ് സമാനൻ. പിന്നെ കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് വായു പ്രാണൻ്റെ വകഭേദങ്ങൾ. ഹൃദി ഹ്യേഷ ആത്മാ അത്രൈതദേകശതം നാഡീനാം താസാം ശതം ശതമേകൈകസ്യാം ദ്വാസപ്തതി പ്രതിശാഖാ നാഡീ സഹസ്രാണി ഭവന്തി ആസു വ്യാനശ്ചരതി. ഹൃദി ഹ്യേഷ ആത്മാ അത്രൈതദേകശതം നാഡീനാം താസാം ശതം ശതമേകൈകസ്യാം ദ്വാസപ്തതിർ പ്രതിശാഖാ നാഡീ സഹസ്രാണി ഭവന്തി ആസു വ്യാനശ്ചരതി. പറയാണ് ഹൃദി ഹ്യേഷ ആത്മാ, ഹൃദയത്തിലാണ് ഈ ആത്മാവിരിക്കുന്നത്. നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചതാണ് കഠോപനിഷത്തിലും മറ്റും. അങ്കുഷ്ഠമാത്ര പുരുഷ മധ്യ ആത്മനി തിഷ്ഠതി, ഊർധ്വം പ്രാണമുന്നയത്യപാനം പ്രത്യകസ്യതി, മധ്യേ വാമനമാസീനം വിശ്വേ ദേവ ഉപാസതേ എന്നൊക്കെ നമ്മൾ കഠോപനിഷത്തിൽ ഇവിടെ പഠിച്ചിട്ടുണ്ട്. പ്രാണനെ മുകളിലേക്കും അപാനനെ താഴേക്കും തള്ളിക്കൊണ്ട് നടുക്കിരിക്കുന്ന പൂജ്യനെ എല്ലാ ദേവന്മാരും ഉപാസിക്കുന്നു, ബലിയ കൊടുക്കുന്നു എന്നൊക്കെ. അതാണ് പറയുന്നത് ഹൃദി ഹ്യേഷ ആത്മാ, ഈ ജീവാത്മഭാവം ഹൃദയത്തിലിരിക്കുന്നു. എവിടെയാ ഹൃദയം എന്ന് വെച്ചാൽ മധ്യത്തിലെന്ന് അർത്ഥം. ഇത് ധാരണാ സൗകര്യത്തിന് പറയുകയാണ്. ഈ ഹൃദയത്തിൽ നിന്ന് നാഡികൾ പുറത്തേക്ക് പോകുന്നു. എത്രയാ നാഡി? അത്ര ഏതത് ഏകശതം നാഡീനാം ഏകശതം ഭവന്തി. നാഡികളുടെ 101 ഉണ്ടാവുന്നു. അത് നമ്മൾ കഠോപനിഷത്തിൽ പഠിച്ചിട്ടുണ്ട്. ശതം ചൈക ഹൃദയസ്യ നാഡ്യ എന്ന്. ഹൃദയത്തിൽ നിന്നുള്ള നാഡികൾ എത്രയാ? 101. അപ്പോൾ 101 നാഡികൾ.
നാഡികൾ, മുഖ്യ നാഡികൾ 101. താസാം അവയ്ക്ക് ഓരോന്നിനും ശതം ശതം ഏകൈകസ്യാം, ഓരോന്നിലും 100. അപ്പോൾ ഓരോന്നിനും ശാഖാനാഡികൾ 100 വീതം. അപ്പം എത്രയാ ശാഖാനാഡികൾ? 10,100 ആണല്ലോ അല്ലേ? നാഡികൾ 101, ശാഖാനാഡികൾ 10,100. അപ്പോൾ നാഡികളും ശാഖാനാഡികളും കൂട്ടിക്കഴിഞ്ഞാൽ 10,201. ഇനി പറയാണ് പ്രതിശാഖാനാഡീ സഹസ്രാണി ദ്വാസപ്തതിർദ്വാസപ്തതിഹി ഭവന്തി. ഈ ഓരോ ശാഖാനാഡിക്കും പ്രതിശാഖാനാഡികളുണ്ട്. അത് കൂട്ടുപണഞ്ഞ് കിടക്കുന്നതാ. അത് 72,000 വീതമുണ്ട്. ഓരോ ശാഖാനാഡിക്കും 72,000 വീതം പ്രതിശാഖാനാഡികൾ. ഇതിനൊക്കെ തിരിച്ചറിയാൻ വിഷമാണ്. ഇതിൽ ഈ ശാഖാനാഡികളെയൊക്കെ പ്രഗത്ഭന്മാർ തിരിച്ചറിഞ്ഞു എന്ന് വരും. ഈ പ്രതിശാഖാനാഡികളെയൊക്കെ തിരിച്ചറിയാൻ പറഞ്ഞാൽ വിഷമമാണ്. അത് കൂടി കുഴഞ്ഞ് കിടക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എത്രയായി പ്രതിശാഖാനാഡികൾ? 72,72,00,000 അല്ലേ? എന്താ പ്രയാസം? പ്രയാസമൊന്നുമില്ലല്ലോ. 10,100 ഗുണിക്കണം 72,000, 72,72,00,000. അപ്പം മൊത്തം നാഡികൾ എത്രയാണെന്ന് ചോദിച്ചാൽ മുഖ്യനാഡികൾ 101, ശാഖാനാഡികൾ 10,100, പ്രതിശാഖാനാഡികൾ 72,72,00,000. ഇത്രയും ചേർന്നാൽ മനുഷ്യ ശരീരത്തിലെ നാഡികളായി. എന്നിട്ട് പറയുകയാണ് ആസു വ്യാനശ്ചരതേ, ഇവയിൽ മൊത്തം വ്യാപിച്ചിട്ട് വ്യാനൻ ചരിക്കുന്നു. അപ്പോൾ വ്യാനൻ ഇല്ലാത്തിടമില്ല. വ്യാനൻ ദേഹം മുഴുവൻ വ്യാപിച്ചിട്ടാണുള്ളത്. ഒരിടം പോലും വ്യാനൻ ഇല്ലാത്തതില്ല. എല്ലായിടത്തും വ്യാപിച്ച് നിൽക്കുന്ന വ്യാനൻ. അങ്ങനെ വ്യാനൻ എന്നതിൻ്റെ പേര് തന്നെ വന്നത്. വ്യാപിച്ച് നിലകൊള്ളുന്നതാണ്. വ്യാപിച്ച് പ്രവർത്തിക്കുന്ന പ്രാണവിശേഷമാണ് വ്യാനൻ. അന അതാണ് വ്യാനൻ. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നുണ്ട്, പ്രത്യേകമായ സന്ധികളിലും മർമ്മങ്ങളിലുമൊക്കെ അവൻ കൂടുതലുണ്ടാവും വ്യാനൻ്റെ പ്രഭാവം. അത് ഇപ്പോൾ അതിസൂക്ഷ്മമായിട്ടുള്ള നാഡികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാനം ചരിക്കുന്നു, രണ്ടും കൂട്ടിമുട്ടുന്നിടത്ത് അധികം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാക്കാം. ഇങ്ങനെ സന്ധി മർമ്മ പ്രദേശങ്ങളിലൊക്കെ വ്യാനൻ കൂടുതലുണ്ടാവും. 2, ഈ വ്യാനനാണ് വീര്യവത് കർമ്മകർത്താ ഭവതീന. വീര്യവത്തായ കർമ്മങ്ങളെ ചെയ്യിക്കുന്നവൻ വ്യാനനാണ്. വ്യാനൻ്റെ പണി ചിലപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇതൊക്കെ എങ്ങനെ നമുക്ക് സാധിച്ചു എന്നുണ്ടാവും ചില സമയത്ത്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരം ശക്തി പ്രദർശനമൊക്കെ നമ്മളെ ഭാഗത്ത് തന്നെ ഉണ്ടായി എന്ന് വരും. വലിയ മതിലെടുത്ത് ചാടുക അല്ലേ, അങ്ങനെ ഉണ്ടാവും. ഒരു എൻജിനീയർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ശിവഗിരി മഠത്തിൽ പോയ സമയത്ത് അന്നായിരുന്നു അവിടെ ഈ പോലീസ് ആക്ഷനൊക്കെ ഉണ്ടായത്. PDP പെട്ട ആൾക്കാർ ശിവഗിരി മഠം പിടിച്ചെടുക്കാൻ വേണ്ടി സന്യാസി വേഷമൊക്കെ കിട്ടി വന്നുവല്ലോ, കാവ്യമൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ലാത്തി ചാർജ് ഉണ്ടായി. അപ്പോൾ ഇയാൾ അവിടുന്ന് ഒരു മതിലെടുത്തൊരു ചാട്ടം ചാടി. ഇപ്പുറത്തുനിന്ന് നോക്കിയിട്ടാണ് ഒയ്യോ ഇതെങ്ങനെയാണ് ഞാൻ ചാടിയത് എന്ന്. കാരണം ഇയാൾ ഓഫീസ് വീട് എന്നല്ലാതെ വേറെ ലോകങ്ങളിലൊന്നും വലിയ ബന്ധമില്ലാത്ത ആളാണ്. അതിനെ വീട്ടിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് പോകുന്ന ഓഫീസിലേക്ക്, ഓഫീസിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് വരുന്നു എന്നല്ലാതെ കായികാധ്വാനമൊന്നും ഇല്ലാത്ത ആളാണ്. പക്ഷെ ഇയാളീ വലിയ മതിൽ ചാടിയിട്ട് ഇപ്പുറത്തെത്തിയിട്ടാണ് നോക്കണത്. ഞാൻ ചാടിയല്ലോ, ഇപ്പുറത്തെത്തിയല്ലോ എന്ന്. അതാരെ പരിപാടി? അതാണ് വ്യാനൻ്റെ പരിപാടി. ഇത് ചില സമയത്തൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ നമുക്കൊക്കെ മനസ്സിലാവും.
നമ്മളൊക്കെ ജീവിതത്തിൽ വ്യാനൻ്റെ ആ ഒരു പ്രഭാവം കാണുന്ന സന്ദർഭങ്ങൾ വരും. അപ്പോൾ വീര്യവത് കർമ്മകർത്തൃത്വം വ്യാനനുള്ളതാണ്. അപ്പോൾ എന്തായി? പ്രാണൻ, അപാനൻ, സമാനൻ, വ്യാനൻ, 4 പറഞ്ഞു. ഇനി ഉദാനനെ കൂടി പറഞ്ഞാൽ പ്രാണവൃത്തികളായി. അധൈകയോർധ്വ ഉദാനഃ പുണ്യേന പുണ്യം ലോകം നയതി പാപേന പാപം ഉഭാഭ്യാമേവ മനുഷ്യലോകം. അധൈകയോർധ്വ ഉദാനഃ പുണ്യേന പുണ്യം ലോകം നയതി പാപേന പാപം ഉഭാഭ്യാമേവ മനുഷ്യലോകം. അഥ ഏകയാ ഊർധ്വഃ ഉദാനഃ. അപ്പം 101 നാഡികൾ പറഞ്ഞു. 101, 100ഉം 1ഉം. ആ 1ന് വിശേഷമുണ്ട്. ആ 1ആണ് സുഷുമ്നാ നാഡി. മറ്റ് നാഡികളൊക്കെ പരസ്പരം ചേർന്ന് നിൽക്കുന്നതാണ്. സുഷുമ്നാ നാഡിയുടെ വിശേഷം അതൊരു ഭാഗത്തേക്ക് ചെന്നങ്ങ് അവസാനിക്കുന്നതാണ്. അത് മൂർധാവിൽ വന്നിട്ട് അവിടെ അങ്ങ് അവസാനിക്കുക സുഷുമ്നാ നാഡി. ഈ സുഷുമ്നയ ഏകയ, സുഷുമ്ന വഴി ഊർധ്വ ഉദാനഃ മുകളിലേക്ക് നോക്കിക്കൊണ്ട് ഉദാനം നിൽക്കുകയാണ്. മറ്റെല്ലാ പ്രാണങ്ങൾക്കും നിത്യം പണിയുണ്ട്. പ്രാണൻ, സമാനൻ, വ്യാനൻ, അപാനൻ ഇവർക്കൊക്കെ എപ്പോഴും പണിയുണ്ട്. ഉദാനന് എപ്പോഴും പണിയില്ല. പക്ഷെ ജാഗ്രതയായിട്ടിരിക്കുകയാണ് അവൻ. അതിർത്തി കാക്കുന്ന സൈന്യം പോലെ. അവർക്ക് ദിവസം കവാത്തും പരിശീലനമൊക്കെ ഉണ്ടാവുന്നല്ലാതെ അല്ലാണ്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഉണ്ട്, ധാരാളം പണി അവർക്കുണ്ടില്ല എന്നല്ല. പട്ടാളക്കാർ ചെയ്യണത് പോലെ പണി ആരാ ചെയ്യണേ? ഇഷ്ടംപോലെ പണിയുണ്ട്. എങ്കിൽ തന്നെയും പെട്ടെന്ന് യുദ്ധവും മറ്റും വരുമ്പോഴാണ് അവർക്ക് അധികം പണി വരുന്നത്. അതുപോലെയാണ് ഉദാനൻ. ഉദാനൻ അങ്ങനെ കാത്തു കെട്ടിയിരിക്കുക. എപ്പോഴാ പണി എടുക്കേണ്ടത് വെച്ചാൽ അപ്പോൾ തയ്യാറ്. എന്താ ഉദാനൻ്റെ പണി? പുണ്യേന പുണ്യം, പുണ്യം കൊണ്ട് പുണ്യത്തെ പ്രാപിപ്പിക്കുന്നു. പാപേന പാപം, പാപത്തെ കൊണ്ട് പാപത്തെ പ്രാപിപ്പിക്കുന്നു. ഉഭാഭ്യാമേവ മനുഷ്യലോകം, രണ്ടിൻ്റെയും സമഭാവത്തിൽ മനുഷ്യലോകത്തെ പ്രാപിപ്പിക്കുന്നു. അപ്പോൾ ഒരു ജീവൻ സഞ്ചയിച്ചിട്ടുള്ള പുണ്യം എങ്ങനെയുള്ളതാണ്? വലിയ പുണ്യമുണ്ട്. ഇപ്പോൾ സുഖാനുഭവത്തിന് കാരണമായ വലിയ പുണ്യമുണ്ടെങ്കിൽ വലിയ സുഖാനുഭവം നേടാനുള്ള ദേവന്മാരുടെ ലോകത്തെ പ്രാപിപ്പിക്കും. ദേവന്മാർക്ക് വലിയ സുഖമാണ്, സുഖിയന്മാരാണ് അവർ, വലിയ സുഖമാണ്. അവ പുണ്യാധിക്യത്തിൽ ദേവയോനിയെ പ്രാപിപ്പിക്കും, പാപാധിക്യത്തിൽ പാപയോനികളെ പ്രാപിപ്പിക്കും. പാപയോനികൾ, തിര്യക്കുകൾ. തിര്യക്കുകൾ എന്ന് പറയുമ്പോൾ തിരശ്ചീനമായി സഞ്ചരിക്കുന്നവർ, തിരശ്ചീനമായി സഞ്ചരിക്കുന്നവർ. നമ്മൾ തിര്യക്കല്ല, നമ്മൾ തിരശ്ചീനമായിട്ടല്ല സഞ്ചരിക്കുന്നത്. തിരശ്ചീനമായിട്ടാണ് മറ്റെല്ലാ ജന്തുക്കളും സഞ്ചരിക്കുന്നത്. എല്ലാ ജന്തുക്കളും, മനുഷ്യനും വേണമെങ്കിൽ മനുഷ്യക്കുരങ്ങ് തുടങ്ങിയ സാധനങ്ങളെ കൂടി ചേർത്ത് പറയാം തിരശ്ചീനമല്ലാതെ സഞ്ചരിക്കുന്നത്. പക്ഷേ മനുഷ്യക്കുരങ്ങിനും തിരശ്ചീനമായി സഞ്ചരിക്കാൻ പറ്റും. നമ്മളെ തിരശ്ചീനമായി സഞ്ചരിപ്പിക്കരുതേ. ഇത് പ്രത്യേകിച്ച് പറയുന്നത് ചെറിയ മക്കളെയും വെച്ചിട്ട് മോട്ടോർ സൈക്കിളിൽ പോകുന്ന ആൾക്കാരെ കൊണ്ടാണ്. ദയവ് ചെയ്ത് ചെയ്യരുതേ. ചെറിയ മക്കളെ ഇരുത്തിയിട്ട് മോട്ടോർ സൈക്കിളിന് പോകും. ദയവ് ഇത് ചെയ്യരുത്. ദയവ് ചെയ്തിട്ട് അവർക്ക് സ്വയം ബാലൻസ് ചെയ്യാനുള്ള കഴിവെത്തട്ടെ, എന്നിട്ട് മതി മോട്ടോർ സൈക്കിളിൽ കൊണ്ടുപോകാൻ. ഇത് പലർക്കും ഇഷ്ടാവില്ല അത് പറഞ്ഞാൽ. ജനിച്ച ഉടനെയുള്ള കുട്ടീനെ എഴുതിയിട്ട് റോക്കറ്റ് പോണ പോലെ പോകും. വന്നു തെറ്റാണ്. നമ്മളവരുടെ അച്ഛനായിരിക്കാം, നമ്മളവരുടെ അമ്മയായിരിക്കാം, പക്ഷെ അവർക്ക് എക്കാലത്തേക്കും മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള അധികാരം നമുക്ക് ഇല്ല. അത് ഓർമ്മിച്ചാൽ നല്ലത്. അതുകൊണ്ട് സ്വയം ബാലൻസ് ചെയ്യാനുള്ള കഴിവായിട്ടേ കുട്ടികളെ മോട്ടോർ ബൈക്കിൽ കൊണ്ടുപോകാൻ പാടുള്ളൂ.
ഓർമ്മിച്ചാൽ നല്ലത്. കാരണം മനുഷ്യൻ തിരശ്ചീനമായി സഞ്ചരിക്കേണ്ട ജന്തുവല്ല. മനുഷ്യൻ്റെ നട്ടിൽ അങ്ങനെയല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ തിര്യക് യോനികൾ, പ്രേതയോനികൾ, സസ്യയോനികൾ, അസുര യോനികൾ, ഇതൊക്കെ താഴോട്ട് പറയാം. ഇങ്ങനെയുള്ള ഒരുപാട് യോനികൾ താഴോട്ട്. മനുഷ്യയോനി മധ്യത്തിൽ, ദേവയോനികൾ ഉപരി. അപ്പോൾ പുണ്യേന പുണ്യം നയതി, പാപേന പാപം നയതി, ഉഭാഭ്യാമേവ മനുഷ്യലോകം നയതി. ഉഭാഭ്യാം എന്ന് പറഞ്ഞാൽ പുണ്യപാപാഭ്യാം. പുണ്യപാപങ്ങളുടെ സമഭാവത്തിൽ, സമഭാവം എന്ന് പറഞ്ഞാൽ കൃത്യസമെന്നൊന്നും അർത്ഥമില്ല, ഒരുവിധം പുണ്യപാപങ്ങൾ മിശ്രമായി വരുമ്പോൾ മനുഷ്യയോനി. കാരണം മനുഷ്യന്മാരിൽ തന്നെ പുണ്യാധിക്യമുള്ളവരുണ്ട്, മനുഷ്യന്മാരിൽ തന്നെ പാപാധിക്യമുള്ളവരുണ്ട്. അത് ശ്രദ്ധിക്കുക. ഇങ്ങനെ 3 വിധ യോനികളിലേക്കും നമ്മളെ കൊണ്ടുപോകുന്നത് ഉദാനനാണ്. എപ്രകാരമാണോ പുഷ്പം തുടങ്ങിയ വസ്തുക്കളിൽ നിന്ന് സുഗന്ധത്തെ എടുത്തുകൊണ്ട് വായു സഞ്ചരിക്കുന്നത്, വായുർഗന്ധാനിവാശയാത്, ഭഗവത്ഗീത. അതേപോലെ സംസ്കാരങ്ങളെ മുഴുവൻ എടുത്തുകൊണ്ട് ഈ വായു, പ്രാണൻ ദേഹത്തിൽ നിന്ന് ദേഹാന്തരത്തിലേക്ക് പോകുന്നു. അതാണ്. അപ്പോൾ പുണ്യേന പുണ്യം പാപേന പാപം ഉഭാഭ്യാമേവ മനുഷ്യലോകം. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഉത്തരം പറഞ്ഞു? ഒന്നാമത്തെ ചോദ്യം, പ്രാണൻ എവിടുന്നാണ് ഉണ്ടാകുന്നത്? മറുപടി, ആത്മനയേഷ പ്രാണോ ജായതേ. 2, കഥമായാത്യസ്മിൻ ശരീരേ. മറുപടി, മനോകൃതേനായാത്യസ്മിൻ ശരീരേ. ആത്മാനം വ പ്രവിഭജ്യ കഥം പ്രാതിഷ്ഠതേ. തന്നെ പലതായി വിഭജിച്ചിട്ട് എങ്ങനെയാണ് നിലകൊള്ളുന്നത്? മറുപടി പറഞ്ഞു, പായോപസ്ഥയപാനം ചക്ഷുശ്രോത്രേ മുഖനാസികാഭ്യാം പ്രാണസ്വയം പ്രാതിഷ്ഠതേ മധ്യേതു സമാനഃ എന്ന് തുടങ്ങി 5 പ്രാണങ്ങളുടെയും വിഭജനക്രമത്തെ പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഉത്ക്രമിക്കുന്നത്? എങ്ങനെയാണ് ബാഹ്യത്തെ ധരിക്കുന്നത്? എങ്ങനെയാണ് അധ്യാത്മത്തെ ധരിക്കുന്നത്? ഇത്രയുമാണ് ചോദ്യം. അതിൽ എങ്ങനെ ബാഹ്യത്തെയും അധ്യാത്മത്തെയും ധരിക്കുന്നു എന്നുള്ളതിനെ ചേർത്ത് പറയുന്നു. നോക്കൂ. ആദിത്യോഹ വൈ ബാഹ്യ പ്രാണ ഉദയത്യേഷ ഹ്യേനം ചാക്ഷുഷം പ്രാണമനുഗൃഹ്ണാനഃ പൃഥിവ്യാം യാ ദേവതാ സൈഷാ പുരുഷസ്യപാനമവഷ്ടഭ്യ അന്തരായദാകാശഃ സമാനോ വായുർവ്യാനഃ. ആദിത്യോഹ വൈ ബാഹ്യ പ്രാണഃ ഉദയത്യേഷ ഹ്യേനം ചാക്ഷുഷം പ്രാണമനുഗൃഹ്ണാനഃ പൃഥിവ്യാം യാ ദേവതാ സൈഷാ പുരുഷസ്യപാനമവഷ്ടഭ്യ യദന്തരായദാകാശഃ സമാനോ വായുർവ്യാനഃ. ആദിത്യോഹ വൈ ബാഹ്യ പ്രാണഃ പറയാണ്. ആദിത്യോഹ വൈ ബാഹ്യ പ്രാണഃ, നിശ്ചയമായും ആദിത്യനാണ് ബാഹ്യപ്രാണൻ. നേരത്തെയും പറഞ്ഞു, ആദിത്യൻ പ്രാണനാണെന്ന് നേരത്തെ പറഞ്ഞു, മറക്കരുത്, ഒന്നാമത്തെ പ്രശ്നത്തിൽ. ഇവിടെയും പറയാണ് ആദിത്യനാണ് ബാഹ്യപ്രാണൻ. അപ്പം നമുക്കുള്ളിൽ യാതൊരു പ്രാണനുണ്ടോ ആ പ്രാണനെ ബാഹ്യമായിട്ട് എവിടെ കാണുക? ആദിത്യനിൽ കാണുക. ഈ വെഷ്ടിയിൽ ഓരോ ദേവതയെയും നമുക്ക് സമഷ്ടിയിലും കാണാം. പ്രാണന്റെ ഓരോ ഭാവത്തെയും ഈ വെഷ്ടിയിൽ നാം എങ്ങനെ കാണുന്നു